മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. അതൊരു ആക്സിഡൻ്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ്. അതായത് കൺസെൻ്റ് ഇല്ലാതെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാ അവകാശമുള്ളത്? ശരിക്കിത് കാണിക്കുന്നത് എന്താണെന്നറിയോ? അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല. കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് അല്ലേ? എൻ്റെ പൊന്നു മോളെ, ഇനി നീ മേലാവല്ല ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ എടുത്തു എന്ന് ഞാൻ അറിഞ്ഞ നീ എടുക്കാതിരിക്കാൻ നിന്റെ ഇഷ്ടം. പക്ഷെ അതിൻ്റെ അകത്തെങ്ങാനും നീ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് എന്ന് എഴുതി കഴിഞ്ഞാൽ അടിച്ചൂപ്പാടിളക്കി വിടും മോളെ ഞാൻ. കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് അല്ലേ? നിനക്കൊക്കെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ പെണ്ണുമ്പിള്ളെ? ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് വന്നേക്കുന്നു, നീ എന്തോന്നാ പറഞ്ഞ? അയാൾക്ക് അൺകൺട്രോൾഡ് സെക്ഷൽ ഫ്രസ്ട്രേഷൻ. അൺകൺട്രോൾഡ് സെക്ഷൽ ഫ്രസ്ട്രേഷനുള്ള ഒരാൾ എങ്ങനെ ആക്ട് ചെയ്യാന്ന് നിങ്ങൾക്കറിയോ പെണ്ണുമ്പിള്ളെ? നിങ്ങൾ ശരിക്കും ബസ്സിലുള്ള സെക്ഷൽ ഫ്രസ്ട്രേറ്റഡ് ആണുങ്ങളെ കണ്ടിട്ടുണ്ടോ? എന്നാൽ ഓരോ ദിവസവും പലതരത്തിലുള്ള കേസുകൾ ഞങ്ങൾ കാണുന്നുണ്ട്. ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഏറ്റവും ഇതായിട്ട് പറഞ്ഞുതരാം. വളരെ അടുത്ത സുഹൃത്തിനുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. പുള്ളി ബസ്സിൽ കോമൺ സീറ്റിലിരുന്ന് യാത്ര ചെയ്യായിരുന്നു. ഈ പെൺകുട്ടി ഒരുത്തൻ അടുത്ത് വന്നിരുന്നു. ആദ്യം കുറേ ലൂസ് സ്റ്റോക്ക് ആയപ്പോൾ ഇവള് ഹെഡ്സെറ്റ് എടുത്ത് ചെവിട്ടിൽ കുത്തി കയറ്റി അവളുടെ കാര്യം നോക്കിയിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ തോണ്ടി വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി. എല്ലാം കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് അസഹനീയമായ ഒച്ചകൾ കേട്ടപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് പുള്ളി ഇരുന്ന് സെൽഫ് പ്ലഷറൈസേഷൻ ആയിരുന്നു. ബസ്സിലിരുന്നിട്ട്, പബ്ലിക് ബസ്സിലിരുന്നിട്ട്. ഇപ്പം ഈ കേസൊക്കെ കേൾക്കുമ്പോൾ പല കേസുകൾ ഓർമ്മ ഉണ്ടാവൂലേ? അപ്പം അവരൊക്കെ ഇങ്ങനെ പ്രതികരിച്ച് നേരെ പിടിച്ച് ക്യാമറ ആംഗിൾ ഇങ്ങനെ തിരിച്ചിട്ട് ഹലോ അതെ ഇവിടെ ഒരുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ, എന്നെ ഇവൻ സെക്ഷലി ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അങ്ങോട്ട് പിടിക്ക് എന്ന് പറഞ്ഞിട്ടല്ല ഇവരാരും പ്രതികരിച്ചിരിക്കുന്നത്. ഇങ്ങനൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഒച്ചെടുക്കുക, നാലാളെ അറിയിക്കുക, കാര്യമുള്ള പോലെ പറയുക, എന്നിട്ട് വേണേ വീഡിയോ ക്യാമറ എടുത്ത് പ്രതികരിച്ചോ എൻ്റെ മക്കളെ. സത്യമായിട്ടും ഞാനും സൈക്കോളജി ഫീൽഡിലുള്ളതാ, അറിയുന്നതുകൊണ്ട് പറയുന്നതാ. പിന്നെ ഈ പറഞ്ഞ പോലെ സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നെങ്കിൽ നീയൊക്കെ ക്യാമറ പൊക്കി പിടിക്കുമ്പോൾ തന്നെ അവൻ അവിടുന്ന് ജീവനും കൊണ്ട് ഓടിയിട്ടുണ്ടാവും. അല്ലാണ്ട് നീ പറഞ്ഞ പോലെ ഏതോ സ്റ്റോപ്പിൽ നിർത്തിയപ്പോൾ ഇറങ്ങി ഓടിയതായിരിക്കില്ല. പിന്നെ ആ സമയത്ത് തന്നെ അവൻ ക്യാമറ ഫ്രെയിം ഒന്ന് മാറിയിട്ടും ഉണ്ടാവും, അവൻ്റെ മുഖത്ത് കള്ളത്തരം വന്നിട്ടും ഉണ്ടാവും. നീയൊക്കെ എവിടുത്തെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റാ? കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് പോലും നീയൊക്കെ പറഞ്ഞ് വിവാദമാക്കി ഒരാളുടെ ജീവൻ കളഞ്ഞതും പോരാ, എന്നിട്ട് പിന്നെ മര്യാദയ്ക്ക് നടക്കുന്ന സൈക്കോളജിസ്റ്റുകളുടെ പേരുകളാണ് വരുന്നത്. അല്ല, അപ്പം ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ ഇങ്ങനെ ക്യാമറ പൊക്കി പിടിച്ച് നടന്നു, അതിൻ്റെ അകത്ത് മൂവിങ് ബസ്, കുട്ടി ഫിസിക്സ് പഠിച്ചിട്ടില്ല, കുട്ടിയുടെ പ്രൊഫൈലിൽ കൊമേഴ്സ് എന്നാണ് കിടക്കുന്നത്. നമ്മുടെ ഭാഗത്താ കേസ് തെറ്റ്. ആ കുട്ടിയുടെ പ്രൊഫൈലിൽ കൊമേഴ്സ് എന്നൊക്കെ കിടക്കേണ്ട. സോ കുട്ടി ബേസിക് ഫിസിക്സ് പോലും പഠിച്ചിട്ടില്ല, അതുകൊണ്ടാണ് കുട്ടിക്ക് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ പോലും അറിയാത്തത്. ഒന്ന് പോയി വായിച്ചേക്കണേ. ഒരു ബസ്സിൻ്റെ അകത്ത്, ക്രൗഡുള്ള ബസ്സിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ തട്ടും മുട്ടുമൊക്കെ ചെയ്യും. അത് മനഃപൂർവ്വം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വായിൽ നാക്ക് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്, അതെടുത്ത് ഉപയോഗിക്കുക, ഷൗട്ട് ചെയ്യുക. അല്ലാണ്ട് നേരെ ഇങ്ങനെ പൊക്കി പിടിച്ച് വീഡിയോ എടുത്ത് എന്നെ തട്ടിടോ എന്ന് പറഞ്ഞ് നിൽക്കുകയല്ല ചെയ്യേണ്ടത്. ഇയാൾക്കൊക്കെ ശരിക്കും വേണ്ടത് റൈറ്റ്സ് അല്ല, അടുത്തത് ഫെമിനിസ്റ്റുകൾ. മര്യാദയ്ക്ക് വുമൻസിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാർക്ക് കൂടെ ഇപ്പോൾ ഞാനൊരു ആക്ച്വൽ ഫെമിനിസ്റ്റ് അല്ലെ, ഞാനൊരു ആക്ച്വൽ സൈക്കോളജിസ്റ്റാന്ന് പറയാൻ മടുത്തു തുടങ്ങി. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നാട്ടുകാർ ഇവിടെ ഓടിക്കൂടുക നല്ലത് ഫ്രസ്ട്രേഷനാണ്. കാരണം ഈ പെണ്ണിൻ്റെ കേസിൽ മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ പ്രോപ്പറായിട്ട് വുമൻസ് റൈറ്റിന് വേണ്ടി നിൽക്കുന്ന എത്രയോ ഫെമിനിസ്റ്റുകളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഞാൻ കുറേ പോസ്റ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു, നന്നായി പോലും മരിച്ചത്. ശരിയാ, സ്വന്തം വീട്ടിലൊക്കെ ഇതേപോലെ എന്തെങ്കിലും ഒരു ഫേക്ക് അക്യൂസേഷനിൽ പെട്ട് ഒരാൾ മരിച്ച തലയ്ക്ക് മുകളിൽ ചന്ദനത്തിരി കത്തിച്ച് വെച്ചിരിക്കുമ്പോൾ പോലും നീയൊക്കെ പറയും നന്നായി എന്ന്. അതിനുള്ള ഇതിൻ്റെ ഇടയ്ക്ക് കുറേ മതവും പൊളിറ്റിക്സും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ദേഷ്യത്തിലുള്ള ഒരു സങ്കടം വരുന്നത്. കാരണം വൈറലാവാൻ വേണ്ടി എന്തൊക്കെയാ ചെയ്യുന്നത്? വൈറലാവാൻ ഒരുപാട് നല്ല വഴികളുണ്ട്, അത് മറ്റൊരാളുടെ ജീവൻ്റെ കോസ്റ്റിലാവരുത്. പറഞ്ഞ് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് നിർത്താൻ പറ്റില്ല. ഞാൻ കണ്ടിരുന്നു, ആദ്യം കണ്ടത് റിപ്പോർട്ടറിലാണ് എക്സ്ക്ലൂസീവ് ന്യൂസായിട്ട്. ആ അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ കണ്ടിട്ട് പൊന്നു മോളെ, നിനക്കുന്ന രാത്രി അത്താഴം ഇറങ്ങുന്നുണ്ടെങ്കിൽ നിനക്ക് കൗൺസിലിംഗ് അത്യാവശ്യം.
ഒരു ഫേക്ക് ഒരു പ്രശ്നം സീരിയസ്ലി ഇപ്പം നിന്നെ അയാൾ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ നമുക്കറിയില്ല. ഓക്കെ, പറഞ്ഞ പോലെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്, വരണം. ആ ഡ്രൈവറെയും കണ്ടക്ടറെയും അതേപോലെ മുമ്പിൽ നിന്നു എന്ന് പറയുന്നത് കുട്ടിയും ഒരു ചേട്ടൻ ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പം അവരെല്ലാവരും ചോദ്യം ചെയ്തിട്ട് ഇപ്പം ഇയാൾ ഫേക്കായിരുന്നെങ്കിൽ ഓക്കെ. എടാ ഇവിടെ ഇയാൾ ആ പെണ്ണുമ്പിള്ള റിയാക്ട് ചെയ്ത രീതി ശരിയല്ല. അതിന് കൂടാതെ ഫോൾസ് അക്യൂസേഷൻ എടുത്തതോടെ ഒരാളുടെ ജീവനാ പോയത്. അപ്പോൾ വാട്ട് ഓഫ് അയാൾ തെറ്റുകാരനല്ലെങ്കിലും അല്ലെങ്കിൽ തെറ്റുകാരനായിരുന്നെങ്കിലും ഒരു ജീവൻ്റെ വിലയാണ് ഒരു വ്യൂവിന്. പണ്ടൊക്കെ ആൾക്കാരിങ്ങനെ പറയും, നമ്മൾ ഒരുപാട് ട്രോളിയിട്ടും കളിയാക്കിയിട്ടും ഒക്കെ ഉണ്ട്. ഈ റെയിൽവേ സ്റ്റേഷനിൽ പോയി എന്താ പറയുക, റെയിൽ പാളങ്ങളുടെ നടുക്കായി നിന്ന് ഫോട്ടോഷൂട്ട് നടത്തി ട്രെയിൻ ഇടിച്ച് മരിച്ചു, കൊക്കയുടെ അടുത്ത് നിന്ന് സെൽഫി എടുക്കാൻ നോക്കിയതാണ്, ട്രെയിൻ ഇടിച്ച് മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇവനൊന്നും വേറൊരു പണിയില്ലേ. അന്നൊക്കെ ഈ പബ്ലിസിറ്റി സ്റ്റണ്ടിനെ കുറ്റം പറഞ്ഞ് വീഡിയോ ഇട്ടിരുന്ന നമ്മൾ ഇന്ന് കാണുന്നത് വൈറലാക്കാൻ നോക്കിയതാ. ഇതിനൊക്കെ എങ്ങനെ റിയാക്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം റിയാക്ട് ചെയ്യാൻ ഇതിനൊന്നും വാക്കുകളില്ല എന്നുള്ളതാണ് സത്യം. പ്രോപ്പറായിട്ട് കുറച്ച് വാക്കുകൾ കിട്ടിയിരുന്നെങ്കിൽ പച്ചയ്ക്ക് പറയായിരുന്നു, റിയാക്ട് ചെയ്യായിരുന്നു. എന്നാൽ ഇങ്ങനെ കുറേ കാട്ടിക്കൂട്ടലുകൾ കൂടുതലും നീർപ്പിക്കുന്നില്ല. കാരണേ വായിൽ നിൽക്കില്ല പ്രവർത്തികൾ.